Hi friends, welcome to my channel Disha Malayali YouTuber. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഹെൽത്ത് ടിപ്പാണ്. ഒരു പാനീയമാണ്. ഈ ഒരു പാനീയം 7 ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ്. എന്താണെന്ന് അറിയണ്ടേ? പറയാം. അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു കൊച്ചു ബെൽ ഐക്കൺ വരും. അതുകൂടെ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രം ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. വീഡിയോസ് ഒന്നും മിസ് ചെയ്യാണ്ട് അപ്പം തന്നെ കാണാനും പറ്റും. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു പാനീയത്തിൽ ഞാനൊരു മാജിക്കൽ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണെന്നല്ലേ? ഉലുവ അല്ലെങ്കിൽ ഫെനുഗ്രീക്ക് സീഡ്. ഇത് നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കും സൗന്ദര്യ സംരക്ഷണ കാര്യങ്ങൾക്കും, അതായത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ ഉലുവയിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പൊട്ടാസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, അയൺ, നാരുകൾ, പ്രോട്ടീൻ ഇതെല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആഹാരത്തിൽ ഈ ഉലുവ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ്. ഇനി ഈ ഉലുവ വെച്ചിട്ടുള്ള ഈ ഒരു പാനീയം 7 ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുശേഷം ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടത്, ഏത് സമയത്താണ് നമ്മൾ കുടിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്പോൾ പറയാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള വിശപ്പ് കുറയ്ക്കാനും നല്ലതാണ്. ഇപ്പോൾ വിശപ്പ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും നമ്മുടെ വിശപ്പ് അങ്ങ് പോവുകയെന്നല്ല. നമ്മളിപ്പോൾ ഇത്ര ഒരു ക്വാണ്ടിറ്റി ഫുഡ് കഴിച്ചാലും നമുക്ക് വയറ് നിറയാതിരിക്കുക, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഫുഡ് കഴിക്കാൻ തോന്നുക, അങ്ങനെ അമിതമായിട്ടുള്ള വിശപ്പിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാനീയം വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാൻ വളരെയധികം നല്ലതാണ്. നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ഫാറ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ ഇന്ന് മുതൽ ഈ ഒരു പാനീയവും കൂടെ ആഡ് ചെയ്തോളും. കിടില സാധനമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് നമ്മുടെ ദഹന പ്രക്രിയയും അതുപോലെ തന്നെ മലവിസർജന പ്രക്രിയയും സുഗമമാക്കാൻ വേണ്ടിയിട്ട് വളരെയധികം നല്ലതാണ്. ഈ ഉലുവ എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയും നാരുകളുടെയും അല്ലെങ്കിൽ ഫൈബേഴ്സിൻ്റെയും ഒരു കലവറയാണ്. ഇത് നമ്മുടെ ശരീരത്തുണ്ടാകുന്ന അപകടകരമായിട്ടുള്ള വിഷവസ്തുക്കളെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് സഹായിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് നമ്മുടെ ശരീരത്തുണ്ടാകുന്ന അനാവശ്യ കൊളസ്ട്രോളിനെ നീക്കം ചെയ്യാൻ സഹായിക്കും. നാലാമതായിട്ട്, ഇത് പ്രമേഹ രോഗികൾക്ക് വളരെയധികം നല്ലതാണ്. എങ്ങനെയാണെന്ന് പറയാം. ഇപ്പം ഈ ഉലുവയിൽ ധാരാളം അമിനോ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് പാൻക്രിയാസിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. ഈ ഇൻസുലിൻ നമ്മുടെ ശരീരത്ത് രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കും. മാത്രമല്ല, ഈ ഉലുവയിൽ ഗാലക്ടോമനൻ എന്നൊരു ഘടകമുണ്ട്. ഇത് രക്തത്തിലെ ഷുഗറിൻ്റെയും കാർബോഹൈഡ്രേറ്റിൻ്റെയൊക്കെ ആഗിരണം കുറയ്ക്കും. അങ്ങനെ പ്രമേഹ രോഗികൾക്ക് അവരുടെ ഷുഗറിൻ്റെ അളവ് നിയന്ത്രിക്കാൻ ഈ ഒരു പാനീയം വളരെയധികം നല്ലതാണ്. അഞ്ചാമതായിട്ട്, ആർത്തവ വിരാമവുമായി ബന്ധപ്പെട്ടുണ്ടാകാവുന്ന അസ്വസ്ഥതകൾക്ക് ഒരു ആശ്വാസം കിട്ടാനായിട്ട് ഈ ഒരു പാനീയം വളരെയധികം നല്ലതാണ്. അപ്പോൾ ആ ഒരു സമയത്ത്, അതായത് ആർത്തവ വിരാമ സമയത്ത് ഒരുപാട് മാനസികവും ശാരീരികവുമായിട്ട് ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് മലബന്ധം, വയറുവേദന, കാൽവേദന, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു പാനീയം നമുക്ക് കുറച്ച് ആശ്വാസം നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഈ ഉലുവയിലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ സന്ധിവാതം മൂലമുണ്ടാകുന്ന വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതായത് ആർത്രൈറ്റിസ് പെയിൻ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാനീയം വളരെയധികം നല്ലതാണ്. ഈ ഉലുവയിൽ പോളിഫെനോളിക് ഫ്ലവനോയിഡ്സുകൾ ഉണ്ട്. ഇത് വൃക്കയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ കോശങ്ങൾക്ക് കേടുപാട് വരാതിരിക്കാനും ഇത് സഹായിക്കും. അപ്പോൾ ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഈ ഒരൊറ്റ പാനീയം കൊണ്ട് ട്രീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ ഒരു പാനീയം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് വെള്ളം എടുക്കുക. അപ്പോൾ വെള്ളം തിളപ്പിച്ചാറ്റിയതാകാം, അല്ലെങ്കിൽ സാധാരണ തിളപ്പിക്കാത്ത വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം എടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ ആഡ് ചെയ്യുക. അപ്പോൾ 1 ഗ്ലാസ് വെള്ളത്തിന് 1 ടേബിൾ സ്പൂൺ ഉലുവ. ഇത് നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ ഇതുപോലെ ചെയ്ത് വെച്ചിരിക്കുക. അടുത്ത ദിവസം രാവിലെ വെറും വയറ്റിൽ ഈ വെള്ളം ഉലുവ മാറ്റിയതിന് ശേഷം കുടിക്കുക. ഈ ഉലുവ ഇട്ട് നിങ്ങളിങ്ങനെ കുടിക്കുകയാണെങ്കിൽ അത് ചിലപ്പം തൊണ്ടയിലൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം അത് അരിച്ചെടുത്തിട്ട് കുടിക്കുക. അപ്പോൾ ഇത് എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ കുടിക്കുക. ഡെയിലി 1 നേരം മാത്രം കുടിച്ചാൽ മതി. അപ്പോൾ അളവെന്ന് പറയുന്നത് 1 ഗ്ലാസ് വെള്ളത്തിന് 1 ടേബിൾ സ്പൂൺ ഉലുവ. അപ്പോൾ ഇതാണ് കണക്ക്. അപ്പോൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കുക.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ഹെൽത്ത് ടിപ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ഒന്ന് പറയുക. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതുകൂടെ ഒന്ന് ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.